വേഗരാജാവിന്റെ റെക്കോർഡ് മറികടന്ന ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ വാർത്ത ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. ചൈനയിലെ ബീജിംഗിൽ നടന്ന ലോക ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിലാണ് ഉസൈൻ ബോൾട്ടിന്റെ റെക്കോർഡ് പഴങ്കഥയാക്കിയത്. റോബോട്ട് ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ലോക ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. 2009-ൽ ഹുസൈൻ ബോൾട്ട് 100 മീറ്ററിൽ സ്ഥാപിച്ച റെക്കോർഡിനെ തകർത്തെറിഞ്ഞതോടെയാണ് പുതിയ റെക്കോർഡിനുടമയായ യന്ത്രമനുഷ്യൻ വാർത്തകളിൽ ഇടം നേടിയത്. 17 വർഷം നീണ്ട ലോക റെക്കോർഡ് ഭേദിക്കാൻ റോബോട്ടിന് വേണ്ടി വന്നത് 9.39 സെക്കൻഡുകൾ മാത്രമാണ്. 16 രാജ്യങ്ങളിൽ നിന്നുള്ള 2000 ഹ്യൂമനോയിഡ് റോബോട്ടുകളാണ് ലോക ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിന്റെ ഭാഗമാകുന്നത്. ഇതാദ്യമായല്ല മനുഷ്യർ സൃഷ്ടിച്ച റെക്കോർഡുകൾ റോബോട്ടുകൾ സ്വന്തം പേരിലാക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന ആദ്യ സീസണിൽ ഹൈജമ്പിലെ മനുഷ്യ റെക്കോർഡും മറ്റൊരു റോബോട്ട് സ്വന്തം പേരിലാക്കിയിരുന്നു. ഇതിലൂടെ പഴങ്കഥയായത് 1993-ൽ ക്യൂബയുടെ ഹവിയർ സൊട്ടോമേയർ സ്ഥാപിച്ച 2.45 മീറ്റർ എന്ന റെക്കോർഡാണ്. 2.88 മീറ്റർ ചാടിയാണ് റോബോട്ട് മനുഷ്യന്റെ റെക്കോർഡിനെ ബഹുദൂരം പിന്നിലാക്കിയത്. ഇപ്പോൾ നടക്കുന്ന റോബോട്ട് ഒളിമ്പിക്സിന്റെ മെഡൽ പട്ടികയിൽ ചൈനയുടെ വ്യക്തമായ ആധിപത്യമാണ് കാണാൻ കഴിയുന്നത്. 5 ദിവസത്തെ വേൾഡ് ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിന് ശനിയാഴ്ച ബീജിംഗിലാണ് തുടക്കമായത്. 51 ഇനങ്ങളിൽ 1000-ലധികം മത്സരങ്ങളാണ് മേളയുടെ ഭാഗമായി നടക്കുന്നത്. റോബോട്ട് ഗെയിംസിന്റെ ആദ്യഘട്ടത്തിൽ കലാലയങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നെങ്കിൽ ഇന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള മാറ്റുരയ്ക്കലായി മാറി. യുഎസുമായുള്ള ചൈനയുടെ സാങ്കേതിക മേഖലയിലെ മത്സരത്തിന് ഊർജം പകരുന്നതാണ് ഒളിമ്പിക്സ് ഗെയിംസിലെ പ്രകടനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.